കഴിഞ്ഞ ആഴ്ച OTT റിലീസായ സിനിമയാണ് 'ദുരന്തർ'. ഹിന്ദി സിനിമ. രൺവീർ കപൂർ നായകനായ സിനിമ. സിനിമ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ചർച്ചയായ സിനിമയായിരുന്നു. നിങ്ങൾ ഈ സിനിമ കാണണം, മിസ്സാക്കരുത് എന്നൊക്കെ ന്യൂസ് അങ്ങനത്തെ റിവ്യൂസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സിനിമ. പൊതുവേ ഞാൻ ഹിന്ദി സിനിമ കാണലില്ല, അങ്ങനെ അത്രയ്ക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് തമിഴാണ് കേട്ടോ. തമിഴ് ഡബ് ചെയ്യുമ്പോൾ നമുക്കതൊരു എനിക്ക് മലയാളത്തിനെക്കാട്ടിയും കുറച്ചും കൂടി തമിഴ് ഡബ്ബിങ് പടം കാണാനാണ് ഇഷ്ടം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണ തമിഴ് ഡൗൺലോഡ് ചെയ്തോ, നല്ല ക്ലിയർ ഉണ്ട്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ നാട്ടിൽ നടന്ന ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ്. ആ സമയത്ത് താജ് ഹോട്ടൽ ആക്രമണം, ആ സമയത്തുണ്ടായ കാര്യങ്ങൾ ആണ് സിനിമയുടെ പ്രധാന ഒരു പോയിൻ്റെങ്കിലും അത് എങ്ങനെ അതിലേക്ക് കണക്റ്റായി, പാകിസ്ഥാൻകാർക്ക് ഇതിനോടുള്ള ബന്ധവും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവർ രഹസ്യ ഒരു ഏജൻറ്റിനെ അങ്ങോട്ടേക്ക് അയച്ച് അയാൾ 7 വർഷത്തോളം പാകിസ്ഥാനിൽ താമസിച്ച് അവരെ ഒക്കെ ഭീകരരെല്ലാം പിടിച്ച ഒരു കഥയാണ്. ഇത് റിയൽ സ്റ്റോറിയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഈ ശരിക്കും ഇങ്ങനെ ഒരു മിലിറ്ററി ഓപ്പറേഷനും ഓഫീസേഴ്സും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരെയും പേരറിയില്ല. പക്ഷേ അതിൽ പാകിസ്ഥാനിലെ തന്നെ ഒരു കിങ്ങായിട്ട് ഒരു ചെറിയൊരു കിങ് പോലെ അഭിനയിച്ചൊരു മനുഷ്യനുണ്ട്. ഓ എൻ്റെ അമ്മോ, അപാര ലുക്കാണ് അയാളെ കാണാൻ. ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരു പകുതി പകുതി സംഭവം ചെങ്ങായിനെ കൊണ്ടുപോയി. പിന്നെ മാധവൻ തമിഴ് ആക്ടറല്ലേ. മാധവൻ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ ഇന്ത്യൻ്റെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിനിമ തീവ്രവാദവും അതിനെ സംബന്ധിച്ചിടത്തോടുള്ള കഥയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഒരു ഫസ്റ്റ് ഒരു 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 വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അങ്ങനെ എനിക്ക് ഇത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ നോർമൽ നമ്മൾ കണ്ട സിനിമകളുണ്ടാവും നോർമലി, തീവ്രവാദ ആക്രമവും അതിൻ്റെ പോലീസ് പോകുന്ന പിടിക്കും. ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് സ്റ്റോറി പറയുന്ന ഒരു സിനിമ. നിങ്ങൾക്ക് കണ്ടിരിക്കുക, ബോറടിക്കില്ല. പിന്നെ എനിക്കിതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഒന്ന് ഹീറോയിനാണ്. ആ രൺവീർ കപൂറിൻ്റെ ഒരു ഹീറോയിനായിട്ട് യാതൊരു രീതിയിലും മാച്ച് ചെയ്യാത്തൊരു കുട്ടി, മലയാള നടിയാണ്. നമ്മളെ ആൻമരിയ കലിപ്പിലാണ് എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് ഇതിലെ ഹീറോയിന്. എനിക്കത് അത്ര ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വരുന്നത് ഈ മുസ്ലിംസ് ആണല്ലോ പാകിസ്ഥാനിൽ ആ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഈ ഇവർ ഈ കള്ളനോട്ടടിക്കുന്നതും അത് കാണിക്കുന്നുണ്ട്. കള്ളനോട്ടടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ നോട്ട് നിരോധനം ചെയ്തില്ല, അതിനെ ന്യായീകരിക്കാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരിക്കലും നിസ്കരിക്കുന്നതൊക്കെ ഈ കള്ളനോട്ടടിക്കുന്ന സ്ഥലത്തും, അതുപോലെ തന്നെ ഏത് ഭീകരപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തും പോയിട്ട് നിസ്കരിക്കുന്ന രീതിയിലുള്ള, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയർ ചെയ്യുന്ന ഒരു വേദിയൊന്നുമല്ല അത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്കാസ്റ്റിംഗ് ചെയ്യുന്നതാണ്. ഈ ഭീകരപ്രവർത്തനം നടത്തുന്ന അവരൊന്നും ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം ശരിക്കും മനസ്സിലാക്കിയവരല്ല. പിന്നെ അവരിടയിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥനയും നിസ്കാരമൊക്കെ കാണിച്ചിട്ട് എല്ലാവരും ആ മൈൻഡുള്ള ആൾക്കാരാണെന്ന് പറയുന്ന രീതിയിൽ വെക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല. നമ്മളൊക്കെ വെച്ചാൽ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക് രാജ്യസ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷേ കാണിക്കുമ്പോൾ മൊത്തത്തിലുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ടോ എന്നെനിക്ക് ചെറിയങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയെ ആ രീതിയിൽ മാത്രം കാണുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണ്, നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്.